കറുപ്പ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് എന്തോ വൃത്തികെട്ട സാധനമായിട്ടാണ്. അപ്പോൾ ഈ വൃത്തികേടല്ല കറുപ്പ്, വൃത്തിയാണത്. അപ്പോൾ അത് അവിടേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുമ്പോഴേ നമ്മുടെ ഈ ഉണ്ടായിരിക്കുന്ന ഒരു ഇൻഡോക്ട്രിനേഷൻ നമുക്ക് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഈ തെറ്റായ ബോധം എന്താ? നമ്മുടെ എല്ലാവരുടെയും ബോധത്തിലുള്ളതല്ലേ. നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെ കാണിക്കുന്നുണ്ടോ. നിറം കുറവാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമ്മുടെ സംസാരത്തിൻ്റെ അകത്ത് ഉടനീളം വരുന്നതല്ലേ. ഇത് എൻ്റെ മനസ്സിലുള്ള കാര്യമൊന്നുമല്ല, ഇത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഈ നമ്മളുടെ എല്ലാവരും ഇവിടെ വേറെ ആരോടെ സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഈ കോംപ്ലക്സുകൾ പല ഇതും പറഞ്ഞിട്ടായിരിക്കും കോംപ്ലക്സ് ഉണ്ടാകുന്നത്. ചിലർക്ക് മുടി പോയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും, ചിലപ്പോൾ ചിലർക്ക് ഇപ്പം നിറം മങ്ങിയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും, വണ്ണം കൂടിയതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സംസാരിക്കാനായിട്ട് ഒരു ഇൻട്രോവേർട്ടാണ് എന്നുള്ളതിൻ്റെ കോംപ്ലക്സ് ഉണ്ടാകും. പലതരത്തിലുള്ള കോംപ്ലക്സുകളുടെ കൂടാരങ്ങളാണ് മനുഷ്യർ. ആൻഡ് ഈ കോംപ്ലക്സുകളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഒരു വിധത്തിൽ നോക്കിയാൽ നമ്മളൊരു ഹോമജനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. മനുഷ്യർ, ഏറ്റവും നല്ല മനുഷ്യർ, ഐഡിയൽ മനുഷ്യർ ഇങ്ങനെ ആയിരിക്കണം, നമ്മളെല്ലാവരും അതിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പക്ഷേ ഈ ഹോമജനൈസേഷൻ തെറ്റാണ്. ആക്ച്വലി ഹോമജനൈസേഷൻ അല്ല മനുഷ്യരെ മനുഷ്യനാക്കുന്നത്. ഏറ്റവും യുണീക്കായിട്ടുള്ള സ്പീഷീസ് നമ്മളാണ്. ആൻഡ് അതിന് കാരണം നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ്. അപ്പോൾ ആ ഡൈവേഴ്സിറ്റിയെ നമ്മൾ ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനെ അധിക്ഷേപിക്കുകയോ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ല. അപ്പോൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഡൈവേഴ്സിറ്റിയുടെ ഓരോ ഘടകത്തിനെയും അതിൽ നമ്മൾ സന്തോഷിക്കണം, അതിൽ നമ്മൾ അഹങ്കരിക്കണം, അതിൽ ആസ്വദിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയിലോട്ട് നമ്മൾ വളരണം.